തുമ്പിയും പൂക്കിയും കൂടി വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയുള്ള കടമ്പ്രയാറ് പോവാന്ന് വെച്ചിട്ടാണ് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയത്. പക്ഷേ അവിടെ എത്തി അവിടുത്തെ തെക്കും തിരക്കും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിലെ ഇൻട്രോവേർട്ടുകൾ ഉണർന്നു വന്നു. പിന്നെ അവിടെ നിൽക്കാൻ തോന്നിയില്ല. അപ്പം തന്നെ വണ്ടി തിരിച്ച് വരുന്ന വഴിക്ക് ആള് കുറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തി ഇറങ്ങി. ചിറ്റേക്കര ബണ്ട് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആളുകൾ ഭയങ്കര കുറവാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഞങ്ങളിത് ഈ വഴിയിൽ കൂടെ അപ്പുറത്തെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൽ നിൽക്കുവാണ്. ആരെങ്കിലും ഒന്ന് അവിടെ കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷെ ആരും അതുവഴി പോകുന്നില്ല. ഈ പിള്ളേരെങ്കിലും പോകുമെന്ന് നോക്കാം. ശ്രമം ശക്തമായി പരാജയപ്പെട്ടിരിക്കുന്നു. സോ ഞങ്ങൾ ആ ശ്രമം ഉപേക്ഷിക്കുന്നു. ഇതുവഴി ഇങ്ങനെ അതുകൊണ്ട് ആ ശ്രമം ഇങ്ങനെ പോകണം ഉപേക്ഷിക്കാൻ പോവാണ്. ഇത്രയും റിസ്ക് എടുത്ത് അതുവഴി പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കിപ്പോ ഇല്ല. പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. അതിന്റെ അടുത്ത് തന്നെ ഒരു ചായക്കടയുണ്ട്. ചായക്കടയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമുക്കിങ്ങനെ തുമ്പി നോക്ക്. അവിടെ കുറെ നേരം ഇരുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് തുമ്പിക്ക് ഇൻഫോ പാർക്ക് ഒക്കെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം പറഞ്ഞത്. ഞാൻ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ലൊക്കേഷൻ ചേഞ്ച് ആക്കി ഇൻഫോ പാർക്കിലോട്ട് ഇപ്പൊ വന്നപ്പോൾ ഓൾമോസ്റ്റ് 1 വർഷത്തിന് മുകളിലായി. അങ്ങനെ ഞാനും തുമ്പിയും പൂക്കീനെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് നേരെ ഇൻഫോ പാർക്കിലേക്കാണ് പോയത്. തുമ്പി എന്റെ ഓഫീസ് ലൊക്കേഷനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ആൾക്കാർ ഞങ്ങൾക്ക് ഭ്രാന്താന്ന് വിചാരിക്കും. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കിടന്ന് കറങ്ങുമായി. അങ്ങോട്ടൊന്ന് പോയതാ പോയതല്ലേ? ഇനിയിപ്പോ നേരെ പോകും. ഞാൻ പറയുന്നേക്ക് ഞങ്ങൾ വഴി അറിയത്തോണ്ട് ഇപ്പൊ നേരെ പോവാ. ഇതാണ് ഇൻഫോ പാർക്കിലെ ആൾമരം. ഞങ്ങൾക്ക് വഴി തെറ്റി. ഞങ്ങളിപ്പോ വഴി അറിയാതെ അന്വേഷിച്ചോണ്ടിരിക്കുക. ലൊക്കേഷൻ ഇടാൻ പറ്റത്തില്ല. എന്നാ ഇതൊക്കെ തന്നെ കടന്ന് കാണാം. ഇതിലേതാണുള്ളത് എനിക്ക് വഴി തെറ്റിയോണ്ട് വഴി കണ്ടുപിടിക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് ലൊക്കേഷൻ എടുത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വഴി തെറ്റി വെച്ചിട്ട് നമ്മൾ വഴി തെറ്റി ഇവിടെ കറങ്ങുവാണ്. അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. പാലാരിവട്ടം വെണ്ണലുള്ള ഹംസാസ് നാടൻ ഗ്രില്ലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ആക്കിയത്. ഈ പച്ച കളറിലെ കാന്താരി ബീഫ് കറി നല്ല അടിപൊളിയായിട്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.